ഇത് നമ്മുടെ തൃശ്ശൂരിലത്തെ പുത്തമ്പള്ളിയുടെ ബൈബിൾ ടവറാണ് കാണുന്നത്. ഇവിടെ ഒരുപാടധികം ബൈബിളുകൾ കാണാം. പല എഡിഷനുകളിലായിട്ടുള്ള ബൈബിൾസ്, പല ഇയറിൽ പല ലാംഗ്വേജിൽ എഴുതിയത്, അങ്ങനെ ഒരുപാട് വെറൈറ്റി നമുക്ക് ബൈബിൾ കളക്ഷനായിട്ട് മാത്രം ഇവിടെ കാണാൻ പറ്റും. ഇത് നമ്മുടെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. അതിൻ്റെ മുകളിൽ കയറിയിട്ട് അതേ കൂടെ നോക്കുന്ന ഒരു വ്യൂ എൻ്റെ പൊന്നെ പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല, അത്രയും നൈസാണ്. അവിടെ കുറേ നേരം നമ്മൾ നിന്ന് പോകും. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിന് കുറേ നേരം നിൽക്കാനൊന്നും പറ്റില്ല. അരമണിക്കൂറാണ് നമുക്ക് ടൈം ഉള്ളത്. അവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് 20 രൂപ മാത്രമേ ഉള്ളൂ. പോകുമ്പോൾ നമുക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാം, തിരിച്ച് റിട്ടേൺ നമ്മൾ സ്റ്റെയർ കേസ് വഴി ഇറങ്ങണം. അപ്പം നമുക്കവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട് പറ്റും. ഇത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. നമ്മുടെ തൃശ്ശൂർ ഫുള്ള് ഒറ്റൊരു കൊടക്കീഴിൽ എന്ന് പറയുന്ന പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഏകൊരു സ്ഥലമാണ് ഈ ബൈബിൾ ടവർ എന്ന് പറയുന്നത്. ഇന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടേക്ക് തനിയെ പോകുന്നത്. ചർച്ചിൽ പോയി ഒരു പ്രയറൊക്കെ കൂടിയതിന് ശേഷം ഞാൻ ബൈബിൾ ടവർ കാണാനായിട്ട് കയറി. അപ്പോൾ ഒരാളോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തോന്നി. എപ്പോഴും എൻ്റെ കൂടെ ഏട്ടനാണ് ഉണ്ടാവാറ്, എണ്ണ വരാനായിട്ട് ഒഴിവുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ പോയി. പക്ഷെ അതും എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തന്നെ എന്താ പറയുക, വ്യൂ ചെയ്യുമ്പോഴുള്ള ഒരിതും, ഒരാൾ അല്ലെങ്കിൽ ഒരുപാടധികം പേര് കൂടിയിട്ട് പോയിട്ട് കാണുമ്പോഴതും ഒരുപാട് മാറ്റമുണ്ട്. ഇത് നമ്മുടെ ആകാശപാതയാണ് കേട്ടോ കാണുന്നത്. നല്ല രസമല്ലേ ഇവിടെ നിന്ന് കാണാനായിട്ട്. അവിടെ ആ മൊമെൻറ്റിൽ നമുക്കൊരു പ്രത്യേക ഒരു ഫീല് തോന്നും. ഇത് കണ്ടോ, കന്നഡ ലിപിയിലൊക്കെ എഴുതിയിട്ടുള്ള ബൈബിൾസാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടു മുൾമുടി. അത് എന്തോരം ഒറിജിനൽ ആണെന്ന് എനിക്ക് കറക്റ്റ് എക്സാക്റ്റ് അറിയില്ല കേട്ടോ. എനിക്കറിയുന്നത് ഞാൻ പറയുന്നത് മാറ്റം. ഇത് നമ്മുടെ റൗണ്ടാണ് കാണുന്നത്. നമ്മുടെ മൈതാനത്തുള്ള വാട്ടർ ടാങ്കാണ് കാണുന്നത്. ഈ ബൈബിൾ ടവറിൽ നിന്നിട്ട് നോക്കുമ്പോൾ നല്ല രസമാണ്. എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. ഇതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുന്നേ, ഒരു 9 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പോയപ്പോഴും ഉള്ളതിനൊരു വേറെ മാറ്റങ്ങളൊന്നുമില്ല. സെയിം തന്നെ, പുതിയതായിട്ടൊന്നും വേറെ വന്നിട്ടുമില്ല. അങ്ങനെയാണ്. ഇത് എല്ലാതും ഓരോ സ്റ്റോറീസുകൾ, നമ്മുടെ ബൈബിളിലുള്ള സ്റ്റോറീസുകളെല്ലാം പിക്ചറൈസ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് നമ്മൾ റിട്ടേൺ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഓരോ സ്റ്റോറീസുകൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടുത്തെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നത്. എനിക്കിതിനെപ്പറ്റി കൂടുതൽ പറയാൻ അത്ര അറിയില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എനിക്കെന്തായാലും നല്ല ഇഷ്ടമായി. ഈ പിക്ചറിനൊക്കെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? നമ്മൾ സാധാരണ ചെയ്യുന്ന പെയിൻറ്റിങ് പോലെയല്ല ഈ പെയിൻറ്റിങ്. അതായത് ഇത് സെയിം പാറ്റേണിൽ ലൈൻസുകൾ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ടാണ് ഈ പിക്ചേഴ്സ് വരച്ചേക്കുന്നത്. ഇതെല്ലാം നമ്മുടെ യേശു കുരിശ് മരണം ഉണ്ടാവുന്നത് വരെയുള്ള സ്റ്റോറീസുകളാണ് നമ്മളിപ്പോൾ ഈ വോളിൽ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു മിറർ കണ്ടു, അതേപോലെ തന്നെ ഇപ്പുറത്തും ഒരു മിററാണ് കണ്ട. ഹൈ, ഇതെല്ലാം തന്നെ കാണാനുണ്ടല്ലോ. കണ്ട, തനിച്ചാണ് ഗൈസ്. പിന്നെ ഒരു കാര്യം കേട്ടോ, പുതിയതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, ഈ മിറർ പുതിയത് എന്താട്ടാ. ഒരു 9 വർഷം മുന്നേ ഞാൻ വരുമ്പോൾ ഈ മിറർ ഇല്ലായിരുന്നു. പക്ഷെ അത് കാരണം മിററുള്ള കാരണം നമുക്ക് മിററിൽ സെൽഫീസ് എടുക്കാം, അടിപൊളിയായിരിക്കും. ഇത് നമ്മുടെ ഓരോ സ്റ്റോറീസുകളാണ്. എനിക്ക് എല്ലാ സ്റ്റോറിയും വ്യക്തമായി അറിയില്ല, ഞാൻ ഇത്തിരി മടിച്ചായിരുന്നു കാറ്റസിനൊക്കെ പോകാൻ. എനിക്ക് മറ്റേ മെയിൻ സ്റ്റോറീസുകൾ മാത്രമാണ് അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് ആ സ്റ്റോറീസുകളിലേക്ക് കടക്കുന്നില്ല. ഇത് 2 വോളിലും ഞാൻ മാറി മാറി എടുക്കുകയാണ്. അത്ര നല്ല രീതിയിലൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാലും പറ്റണ പോലെയൊക്കെ ഞാൻ എടുത്തു. ഇതും ഒരു പ്രൊജക്ഷൻ ടൈപ്പ് ആയിട്ടാണ് ഈ പിക്ചേഴ്സ് സെറ്റ് ചെയ്താക്കുന്ന വാളിൽ. അതിങ്ങനെ ഒരു സെക്ഷനിൽ കുറച്ചധികം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പെയിൻറ് മാറി. ഇത് ഒരു മുറൽ ആർട്ട് എന്നൊക്കെ പറയണ പോലത്തെ ടൈപ്പിൽ ആണ് ഇത് ചെയ്താക്കുന്നത്. ഇതും ഒരു സ്റ്റോറി ബേസ്ഡ് ആയിട്ട് തന്നെയാണ് തീം.
ഉള്ളത്. ഇത് നമ്മുടെ ചർച്ചുകളാണ്. നമ്മുടെ തൃശ്ശൂരുള്ള ചർച്ചുകളിനെയാണ് ഡ്രോയിങ് ചെയ്ത് വെച്ചേക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പുത്തമ്പള്ളിയുടെ 4 ഫേസസുകളൂടെയും വരച്ചത് കാണാനായിട്ട് പറ്റും. ഇത് നമ്മുടെ തൃശ്ശൂരത്തെ ചർച്ചുകളാണ്. ഓരോന്നും ഓരോരോ പള്ളികളാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ വരും നമ്മുടെ പുത്തമ്പള്ളിയുടെ ഫേസസ്. ഇത് വരാൻ പോവുകയാണ്. വന്നു ഗൈസ്, വന്നു. ഇത് ഫസ്റ്റ് ഫേസ് മുകളിലാണ്, സെക്കൻഡ് ഫേസ്, ഇത് തേർഡ് ഫേസ്, ആൻഡ് ഫൈനലി ദ ഫോർത്ത് ഫേസ്. കണ്ടോ, ഇത് ബിഷപ്പുമാരും ഒക്കെയാണ്. ഇത് ഈ ബൈബിൾ ടവറിൻ്റെ ഡീറ്റെയിൽസ് ആണ് എഴുതിയേക്കുന്നത്. ഞാൻ ഒരു സെൽഫി എടുത്തത് കണ്ടു. എങ്ങനെയുണ്ട്, കൊള്ളാമോ? പിന്നെ കുറച്ച് ഫോട്ടോസ് ഞാനിതിൽ വീഡിയോൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കൂടാണ്ട് കുറച്ച് എടുത്ത ഫോട്ടോസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ തൃശ്ശൂരുള്ളവരാണെന്നുണ്ടെങ്കിൽ, കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഈ ബൈബിൾ ടവർ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഏറ്റവും ടോപ്പിലുള്ള വ്യൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ, താങ്ക് യു.